പറഞ്ഞു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. വീട്ടിൽ അതിക്രമിച്ചു കയറി ഗുണ്ടാക്രമണം. 11 വയസ്സുകാരിക്കുൾപ്പെടെ പരിക്ക്. ആക്രമി സംഘത്തിലെ ഒരാൾ പിടിയിൽ. പാണ്ടിക്കാട് കുറ്റിപ്പുളിയിലാണ് സംഭവം. ഒരു പെട്ടെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവിടെ വന്നെന്ന് അതിൽ എൻ്റെ തീറ്റ ഒരൊറ്റ അടിയ കജ്ജ് പിന്നെ അനക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലേക്ക് വീട്ടില് ഒരു വണ്ടിയിലോട്ട് വന്നിട്ട് പിന്നെ ഒരു പേരന്റെ ബാക്ക് സൈഡ് കൂടെ കയറിയാണ്ട് മതിലുമ്പോൾ കൂടെ എടുത്ത് ചാടി വന്നിട്ടാണ്. കിച്ചൺ വാതിൽ കണ്ട് ചവിട്ടി തുറന്നിട്ട് അതിന്റെ വലിയ കൊത്തി അടക്കം പോന്നിട്ട് അതിൽ പൊളിഞ്ഞ് പോകുന്നത്. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഇവരെല്ലാരും കൂടി ഔത്ത് വന്ന് ഞങ്ങളെല്ലാരും കൂടി ഭക്ഷണം കഴിച്ചു. അതിൽ ഇവരോട് കയറിയിട്ട് എല്ലാവരും ഓരോരുത്തരും കൂടി കുടിച്ചിട്ട് ബാക്കിയുള്ള തപ്പുക, മറ്റൊരു എല്ലാവരും കൂടി കുടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലും, മുണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് കത്തി മടിയൊക്കെ ഉണ്ടോ അല്ലെ നല്ല പൊടിച്ചാണ്ടാണ് ഓരോ ഇതാക്കിയത്. അങ്ങനെ എന്റെ കൈ ഇവിടെ ഇതുണ്ടോ, ഇവിടെ നല്ല ഇതുണ്ടായിരുന്നു, ഇവിടെ വീങ്ങിയിട്ടൊക്കെ പോയതാണ്. തലക്ക് മഴ ഉണ്ടായിരുന്നു, തള്ളിയിട്ടുണ്ട്. ഞാൻ നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ ഇറങ്ങി ഓടുകയാണ്. നാട്ടുകാർ ഇവർ രണ്ടാളും പുറത്ത് ചാടിയിട്ട് ഇവർ രണ്ടാളും പുറത്ത് ചാടിക്കാണ്ട് വേറെ ആൾക്കാരെ പിടിച്ചിക്കാണ്ട് വരികയും ഓല് വന്നപ്പോൾ ഓല് വരുന്നിട്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവര് ഓടി ചാടി പുറത്ത് ചാടിപ്പോയി. അങ്ങനെ ഫുള്ള് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ നടന്ന് പറത്തി ഇതൊക്കെ പുറത്ത് ഊരിയിട്ട് പോയപ്പോഴാണ് ചെക്കന്മാർ കുടിച്ചിട്ട് പോലീസെല്ലാം ഏൽപ്പിച്ചത്. ഒരു കുട്ടീനെ സ്കാനിങ് എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഉപ്പാന്റെ തലക്കുണ്ട്, കയ്യിന് ചതവുണ്ട്, എനിക്ക് കയ്യിന് തലക്ക്, ഇവന്റെ കൈയുണ്ടോ മുട്ടിന് 2 മുട്ടുണ്ട് കഴിഞ്ഞ് അവർ കുടിച്ചാണ്ട് ഇതാക്കിയിട്ടേ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 കുറ്റിപ്പുളിയിലെ ചക്കാലക്കുത്ത് അബ്ദുവിന്റെ വീട്ടിലാണ് 5 പേരടങ്ങിയ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. 1.5 ആൾ ഉയരത്തിലുള്ള മതിൽ ചാടിക്കടന്നെത്തിയ സംഘം പർദ്ദ ധരിച്ചെത്തിയാണ് വീട്ടുകാരെ ആയുധമുൾപ്പെടെ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത്. വീട്ടിലുണ്ടായിരുന്ന അബ്ദു, ഭാര്യ, ഇവരുടെ 2 പെൺമക്കൾ, അവരുടെ കുട്ടികൾ എന്നിവരാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വീട് മുഴുവൻ സംഘം പരിശോധന നടത്തിയെന്നും എതിർക്കാൻ ശ്രമിച്ച വീട്ടുകാരെ ആയുധമുൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നെന്നും വീട്ടുകാർ പറയുന്നു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളിൽ ഒരാൾ വീടിന് പുറത്തേക്കോടി നാട്ടുകാരെ വിവരം ധരിപ്പിച്ചതോടെ ആക്രമി സംഘത്തിലെ 4 പേർ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. പിടിയിലായ ബേപ്പൂർ സ്വദേശി അനീസിനെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. പരിക്കേറ്റ അബ്ദുവും കുടുംബവും പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 10 മഞ്ചേരി. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.